ഇന്നത്തെ ഡെയിലി ആർട്ടിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് വാഴയില ആർട്ടാണ്. ഇത് കണ്ട് അതിശയിക്കേണ്ട. ഇത് നമുക്ക് പഴയ പഴയ ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും. നമ്മുടെ വാഴയില കൊണ്ട് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. വാഴയില നമ്മുടെ ഇഡ്ഡലി തട്ടിൽ ഇങ്ങനെ വാഴയില വെച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കിയാൽ അടിപൊളി ടേസ്റ്റാണെന്നുള്ള ഇന്നത്തെ തലമുറയ്ക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല. ഇത് കൊണ്ടുണ്ടാക്കുമ്പോഴുള്ള ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റുമായിരിക്കും. ഇത് കണ്ടോ, ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ല. ഇത് കണ്ടോ, മറ്റേ ചിലപ്പോൾ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മാവെല്ലാം ഇഡ്ഡലി തട്ടിൽ തന്നെ ഒട്ടിപ്പിടിക്കും. അങ്ങനെ ഇത് കണ്ടോ, നല്ലൊരു അടിപൊളി ഷേപ്പും കിട്ടും ഇതിന്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. വാഴയില ഇല്ലാത്തവർ ഒരു വാഴയില വാങ്ങിയെങ്കിൽ ഈ രുചി ഒന്ന് ടെസ്റ്റ് ചെയ്യണം. ഇത് എങ്ങനെ വെട്ടിയെടുക്കുന്നു എന്നുള്ളത് ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം. ഇങ്ങനത്തെ ഒരു ഇല ഇത് ഞാൻ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇപ്പം അടുപ്പല്ലല്ലോ, ഗ്യാസാണല്ലോ. ഗ്യാസിൽ കാണിച്ച് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി. ഇതിങ്ങനെ വാടി കിട്ടും. എന്നിട്ട് ഇങ്ങനെ ഇതുപോലെ മടക്കിയെടുക്കുക. ഇത് കണ്ടോ, ഇങ്ങനെ മടക്കിയെടുത്തിട്ട് ഈ കോൺ ഉണ്ടല്ലോ, ഈ കോണിൻ്റെ അവിടെ വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ വെട്ടിയെടുക്കുക. ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു വിഷയമാണ്. ഇത് കണ്ടു കഴിഞ്ഞോ, നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതിപ്പോൾ ചെറുതാണ്. കുറച്ചുകൂടെ വലിയ ഇലയാണെങ്കിൽ വലിയ രീതിയിലും, ചെറിയത് മതിയെങ്കിൽ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ചെറിയ ഇലയായാലും മതി. ഇങ്ങനെ ഇത് റൗണ്ട് ഷേപ്പ് കുറച്ചുകൂടെ ഭംഗി വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇങ്ങനെ വെച്ചിട്ട് ഇത് കണ്ടോ, നമുക്കിത് എങ്ങനെ ഏത് രീതിയിൽ വേണോ നല്ല റൗണ്ട് ഷേപ്പിൽ നമുക്കത് വെട്ടിയെടുക്കാം. കണ്ടല്ലോ, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നല്ല അടിപൊളി ഇഡ്ഡലി നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം.